വണ്ടി ഓണാവുന്നില്ല. തിയോ ഇന്ന് എവിടെ പോവാ? തിയോ ട്രോമയാണെന്ന് തിയോ. എന്താ പറഞ്ഞ കൊച്ചിന്റെ അടുത്ത്? തിയോന് ഇപ്പഴേ ഇഞ്ചക്ഷൻ എടുക്കണതിന്റെ എഫക്ട് ഇപ്പഴേ വന്നെ. എന്ത് ചെയ്യും? എന്റെ മറ്റേ ചേച്ചി വരുമല്ലോ, അമ്ല ചേച്ചി വരും. തിയോസ് കാർ എടുക്കണ്ടേ? കാറെവിടെ കൊച്ചിന്റെ? കാറെവിടെ? ടാറ്റ പോട്ടോ നമുക്ക്. ഓക്കെ ബൈ. തിയോ ഇസ് വെരി എക്സൈറ്റഡ് ആക്ച്വലി. അവനറിയില്ല അവനെന്തിനാ കൊണ്ടുപോകുന്നതെന്ന്. അവന്റെ വിചാരം നമ്മൾ അവനെ ടാറ്റ കൊണ്ടുപോകാണെന്ന് അല്ലേ തിയോ? ഇവിടെ ഒടുക്കത്തെ മഴയാണ്, പക്ഷെ ഞങ്ങൾ പോകുന്നു. എവിടെ പോകുന്നു? തിയോന്റെ വാക്സിനേഷൻ. എത്ര വയസ്സായി? കൊണ്ടാണ് കാശ്മീരിലെ പോലെ ഞാൻ ഷോള് പൊത്തിരിക്കുന്നത്. ഹായ് തിയോ. അപ്പുറം ഞാൻ വണ്ടി ഓടിക്കണ്ടേ? അപ്പുറത്തോട്ടോ. നമ്മളെവിടെയെങ്കിലും ഇപ്പൊ ഇവിടെ ഒരു വിലയില്ല. നിന്നെ കൊണ്ടുപോണ കാര്യത്തിന് എന്ത് വിലയാണ് തിയോ? ഇന്നലെ കാറ് കഴുകുന്നു, തുടച്ചിടുന്നു, അകം വൃത്തിയാക്കുന്നു. നീ ആരാട് അവിടത്താ? തുടങ്ങിയവന് പാവം പറ്റിച്ചു കൊണ്ടുപോണതാ ഇഞ്ചക്ഷൻ. നിനക്ക് കാറ് വേണം. അതെ, എന്തൊക്കെ കാര്യങ്ങളാണെന്നറിയും. ഈസ് സോ എക്സ്പെൻസീവ്. നമുക്കില്ല. നമ്മൾ ഗവൺമെന്റ് ആശുപത്രി പോകുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇവനും വേണമെങ്കിൽ പോകാം, പക്ഷെ ഇവനെ പണ്ടോട്ട് കാണിച്ച ആശുപത്രിയിലായതുകൊണ്ട് അവിടെ തന്നെ കാണിക്കുന്നു. അപ്പൊ അത് അടുത്ത ചേച്ചി വന്നിട്ട് കാണുന്നില്ലെന്നോ ഒരു കുട്ടി അവിടെ നീന്തി വരുന്നുണ്ട്. അത് അവന്റെ ഗോഡ് മദർ. തിയോന്റെ ഗോഡ് മദർ വരുന്നു. തിയോ നോക്ക്, തിയോ നോക്ക്. അവള് അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഓക്കേ തിയോ അമ്ല ഒച്ചോ. ഹായ് അമ്ല. നീന്തി വന്നതാണോടാ? എത്ര സ്പീഡിലാണ് നോക്കി അവിടെ എത്തിയ. നിനക്ക് വേണ്ടിയാണ് തിയോന്റെ ഗോഡ് മദർ അല്ലേടാ. എനിക്കോട്ടെ പൊഴുക്കോ. പറയാനൊന്നുമില്ല. എന്താണ് വേണ്ടേ? ഫ്രണ്ടിലിരുന്നല്ലേ മാതിരി ഞങ്ങളൊക്കെ അവനെ അവിടെ ഇരുന്ന് പീഡിപ്പിക്കണേ. മര്യാദക്ക് സ്നേഹം കൊടുക്കുന്നില്ല. അച്ചുടാ കൊറച്ച് മെന്നമ കിട്ടായിരുന്നല്ല. എന്ത് അഭിനയോടാ നീ? അഭിനയ കൊല്ലപ്പതി. പെട്ടെന്നൊരിക്കൽ ലൈഫ് അപ്ഡേറ്റ്. ഞാനൊന്ന് പോസ്റ്റ് ഓഫീസിൽ പോയതാണ്. തിരിച്ചിറങ്ങി വന്നപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ ഒന്ന് കാല് തന്നെ വീണു നല്ല ബാക്ക് പെയിനും സീനായിട്ട് അനങ്ങാൻ പറ്റണില്ല. ഇപ്പം നമ്മളെവിടെയാണ്? മെഡിക്കൽ ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ്. മെഡിക്കൽ ഷോപ്പിന്റെ മുമ്പിൽ ഇതിനുള്ള മരുന്നും പിന്നെ അതുകൂടാതെ സ്പ്രേ ഒക്കെ അടിച്ച് ഇവിടെ സീനാക്കിയിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. ചിലപ്പോൾ റിലീഫിന് കുറച്ച് വന്നിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും വീഡിയോ എടുക്കാൻ പറ്റൂലല്ലോ. ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പോലും പറ്റില്ലായിരുന്നു. ശരിക്കും ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ
വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഒരേ ഒരാൾ ഈ കൂട്ടത്തിലുണ്ട്. അയാളാണ് നടുവൊട്ടി വീണേക്കുന്നത്. ശരിക്കും എനിക്ക് മാത്രമാണ് കാറ് ഓടിക്കാൻ അറിയുന്നത്, ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ല. ഞാനിത് അനക്കില്ലെങ്കിൽ ഇത് ഇവിടെ അനങ്ങില്ല. അപ്പോൾ കറക്റ്റ് ഞാൻ വീഴുകയും ചെയ്തു. അപ്പൊ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇവന്റെ വാക്സിനേഷൻ എടുക്കാൻ പോണം. അതിന്റെ ഇടയിലാണെങ്കിൽ ഇവനെ കൊണ്ടാണെങ്കിൽ ഭയങ്കര മേടും. അത് തന്നെ ചിലപ്പോ 4 രോഹിണിയായിരിക്കും ബൈവയുടെ പോലെ. ബൈവക്ക് ചെറുക്കന്മാരാണെങ്കിൽ ഇതില് പെണ്ണുങ്ങളാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഇനി ഇവന്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോയിട്ട് ഇവന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് കാണാം. ശരിക്കും ഇന്നത്തെ ദിവസം കംപ്ലീറ്റ്ലി ചീഞ്ഞു പോയിട്ടുണ്ട്. രാവിലെ മഴ, അത് കഴിഞ്ഞിട്ട് എന്റെ പോസ്റ്റ് ഓഫീസ് പരിപാടി നടന്നില്ല, അതിന് സൈറ്റിന്റെ പ്രോബ്ലം, പിന്നെ ഞാൻ അവസാനം വീണു. ഇവന്റെ കാര്യം എന്താണ് നല്ല വേദനയുണ്ട്, നല്ല സീനുണ്ട്. ഓക്കെ ബൈ, ഞാൻ അടുത്ത സ്ഥലത്ത് ചെന്നിട്ട് പറയാം. ഓക്കെ, വാക്സിനേഷൻ വ്ളോഗ് ഇങ്ങനെ എന്റെ വേദന വ്ളോഗായി പോയി. ഓക്കെ, ഒന്നും അറിയാത്ത തീയോ. ഇത്രയും നേരത്തെ ഒരു ഇത് വെച്ചിട്ട് വളരെ മോശം ദിവസമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. മഴ, പിന്നെ എനിക്കും വയ്യായിരുന്നു. ഇപ്പോൾ ജിൽസാനിയുടെ തെന്നിടിച്ച് വീണു. ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ വണ്ടി ഓണാവുന്നില്ല. വണ്ടി ഞങ്ങളിങ്ങനെ എടുത്ത് വരുമായിരുന്നു, റിവേഴ്സ് എടുത്ത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ റോട്ടിലിങ്ങനെ പാതിയായിട്ട് കിടക്കുക. വണ്ടി അനങ്ങുന്നില്ല, വണ്ടി ഓണാവുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ജിൽസയാണെങ്കിൽ കിളി പോയ പോലെ ഇരിപ്പുണ്ട്, എന്താണെന്ന് മനസ്സിലാവണില്ല. എന്ത് ചെയ്യുന്നു? കയറ്റിയും വിടാൻ പറ്റുമോ? പാർക്കിങ്ങിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതെങ്കിലും ഉണ്ട്. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, അനങ്ങുന്നില്ല, സ്റ്റാർട്ട് ആവുന്നില്ല. എന്താ പ്രശ്നം? സാധനത്തിന് എന്ത് ചെയ്യും? ഇതിനെന്താ ചെയ്യണ്ടേ? അതിനിടയിൽ വേറൊരെണ്ണം ഒന്നും അറിയാണ്ടിരിപ്പുണ്ട്. ഇതിനെന്ത് ചെയ്യുന്നറിയില്ല. ഹായ് തിയോ. ബാറ്ററി ഡൗൺ ആയതാണെന്നുള്ളൊരു വിശ്വാസത്തിൽ ബാറ്ററി കട അന്വേഷിച്ച് ഞാനും അമ്മയും കൂടെ മഴയത്ത് നടക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ബാറ്ററി കട അന്വേഷിച്ച് വന്നപ്പോൾ ഒരു കട കണ്ടു, പക്ഷെ അത് അടച്ചിട്ടേക്കാണ്. നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ വിചാരിച്ചു. നമ്മളാരെയും വിളിക്കുന്നുണ്ട്. നമുക്ക് ബാറ്ററി ഡൗൺ ആയപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ വന്ന ചേട്ടന്മാരാണ് ഇവർ. മതിയോട് ഗൈസ്, ഇന്നത്തെ തീവ്ര വാക്സിനേഷൻ ഫ്ലോപ്പായി. ഇനി മിക്കവാറും വീട്ടിലോട്ട് പോകണം. ഇപ്പോൾ എത്ര മണിയാണ് സമയം? 3:30. ഞങ്ങൾ എത്ര മണിക്ക് ഇറങ്ങിയത്? 1 മണിക്ക് ഇറങ്ങിയതാണ്. ഒന്നും നടന്നില്ല. അതെ, എന്തോ വലുത് വരാറുള്ളത് ഇങ്ങനെ വന്ന് പോയതുകൊണ്ട് ഞങ്ങൾ വണ്ടി സ്റ്റാർട്ടായാൽ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ പോകുന്നതാണ്. അത്രയും ഞങ്ങൾ വിചാരിക്കുന്നുള്ളൂ. ഇത് തിയോനെ നമുക്ക് വാക്സിനേഷൻ എടുക്കുന്നില്ല. തിയോസ് വാക്സിനേഷൻ വെച്ചു ഇങ്ങനെ ദുരന്തം പിടിച്ചൊരു ദിവസമായി. അവന് കുഴപ്പമില്ല, നാളെ അവന് ഡേറ്റ്. പിന്നെ നമ്മൾ നേരത്തെ എടുത്താലോന്ന് ഓർത്ത് ചെയ്തതാ, സൺഡേ തൊണ്ട്. ഓക്കെ ഓക്കെ, എന്നാ ബൈ. ഹാപ്പി തിയോ. അതെ അതെ, ഇഞ്ചക്ഷൻ എടുത്തില്ല. അവന്റെ മനസ്സ് വേദനിച്ചെന്റെടോ. മിക്കവാറും ഗുഡ് ബോയ്. യോസ് ഗുഡ് ബോയ്. പറഞ്ഞോ? അവന്റെ വിചാരം അവനെ ഇഞ്ചക്ഷൻ എടുക്കൂല. നീ ആരോടോ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. മഴ പെയ്യണം, ചേച്ചി വീഴണം, വണ്ടി ഓണാവരുത്. നീ എന്നോടാ കളിക്കണെന്നുള്ള കാര്യം നീ മറന്നു. നമുക്ക് ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് വണ്ടി ഓണായാലും കുഴപ്പമില്ല, അവിടെ കിടക്കാം. അതെ, തീവ്ര ഇഞ്ചക്ഷൻ എടുക്കണം. ഇവിടെ ഇഞ്ചക്ഷൻ വ്ളോഗാണ്, നമുക്ക് വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യണ്ടേ. അതെ, തിയോ. തിയോടെ ഹായ് തിയോ. പാവം തിയോ പേടിച്ചു. തിയോ അങ്ങോട്ടല്ലടാ, ഇങ്ങോട്ട് വാ. ഇല്ല, ആരുമില്ല തിയോനെ രക്ഷിക്കാൻ. ഐ ആം ട്രാപ്ഡ് എന്നൊക്കെ തിയോ. ആരുമില്ലല്ലേ രക്ഷിക്കാൻ.
പരിശ്രമിച്ചു. ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. ദൈവം പറയും ഏറ്റവും വേദന സഹിച്ചാൽ എന്ത് വേദന സഹിക്കണം. എന്തേ കഴിഞ്ഞ അഹങ്കാരം വന്ന നിനക്ക്? ഇതാണ് തിയോൻ്റെ ഹോസ്പിറ്റൽ, ബെഡ് റെസ്റ്റ്. അവിടെ ചെന്നപ്പോൾ തന്നെ തിയോന് വയ്യായിരുന്നു. പക്ഷെ ഇപ്പോൾ തിയോ ഇഞ്ചക്ഷൻ എടുത്ത പോലും അറിഞ്ഞില്ല. അപ്പോൾ തിരിച്ച് പോവുകയാണ്. വണ്ടി ഞങ്ങൾ വിചാരിച്ചത് ഇനി സ്റ്റാർട്ടാവില്ലെന്നാണ്, പക്ഷേ സ്റ്റാർട്ടായി. സക്സസ്ഫുൾ. ഇനി നമ്മൾ സക്സസ്ഫുൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ പൊട്ടിപ്പോയി. എന്തെങ്കിലും അവിടെ ഇപ്പം നമ്മൾ പോവുകയാണ്. വീട്ടിലോട്ട് പോവാം. എനിക്ക് വയ്യനെ എവിടെ പോകാൻ. നമുക്ക് നേരെ വീട്ടിൽ പോയി. ഹംഗ്രി. ഓക്കെ, യെസ്, വി ആർ ഗോയിങ്. ബൈ ബൈ തിയോ. പറ തിയോ ബൈ. ഓക്കെ ബൈ. കിട്ടി മോനെ, തിയോന് കിട്ടി. മരുന്ന് ഫെറ്റ് ചെയ്ത് ഇനി അനങ്ങൂല. ഇത് ഞാൻ പ്രതീക്ഷിച്ചിരിക്കാൻ വേണ്ടി കുറച്ച് നേരമായി. സെറ്റ് ഇന്നലെ തൊട്ട് പേടിപ്പിക്കണല്ലേ. സീനാകും തിയോ ഇന്നത് ഇവിടെ കിട്ടാർക്ക് ഇഞ്ചക്ഷൻ എടുക്കും. ഇവിടെ കിട്ടാൻ ഇഞ്ചക്ഷൻ എടുക്കണെന്ന് പറഞ്ഞ് കൊട്ടങ്ങി. അതുകൊണ്ട് ഇന്ന് തന്നെ വീഴ്ത്തിപ്പിച്ച സന്തോഷമായി. മനസ്സ് വേദനിപ്പിച്ചിട്ടാണ് കൊച്ചിന്റെ. നിങ്ങൾക്ക് വിശന്നിട്ട് ഇപ്പൊ ഞങ്ങളിപ്പോ എന്തോ വാങ്ങിച്ചു? ചോക്കോ ബ്രൗണിന്ന് പക്ഷെ ഞങ്ങളിപ്പോ അത് തിന്നുന്നില്ല, കഴിക്കുന്നില്ല. കാരണം വീട്ടിലെന്തോ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിച്ചിട്ട് നമ്മളിത് കഴിക്കാം. പക്ഷെ ഇപ്പൊ മറ്റേ കുട്ടികളോട് നമ്മൾ പറയൂലേ ഫുഡ് കഴിക്കരുത്, നോ ഫുഡ്. ഫുഡില്ലാത്ത ഫുഡ് കയ്യിലുണ്ട് എന്ന് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് വായടച്ചിരിക്കുന്നു. ഞങ്ങളുടെ എല്ലാം കൊണ്ടൊരു ചീഞ്ഞൊരു ദിവസമായിരുന്നു. മൊത്തത്തിൽ വയ്യാണ്ടായിട്ടുണ്ട്. പോയി ചാടത്തുള്ളിൽ പോയ ഞങ്ങളെല്ലാം തിരിച്ചു വന്നത്. ബൈ. End of this vlog. Guys, bye, signing off from us and Theo. വയ്യാണ്ടായിട്ടുണ്ട്. എൻ്റെ ശരീരം ബാക്കി എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് നോക്കണം. പനിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ ബൈ. ബൈ.